يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഷീദ, സ്വദേശം വയനാട്, BEd സ്റ്റുഡൻ്റാണ്. എൻ്റെ ചോദ്യം, മനുഷ്യനെ മനുഷ്യനാക്കുന്ന എന്താണോ അതാണ് മതം എന്ന് വിഷയാവതാരകൻ ഇവിടെ സൂചിപ്പിച്ചു. എങ്കിൽ പൂർണ്ണമായ മാനുഷികമായ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷം ഹിന്ദുക്കളായ ഈ രാജ്യങ്ങളിൽ ഹിന്ദുവായി ജീവിക്കുന്നതല്ലേ മനുഷ്യത്തിന് അനുയോജ്യം എന്നാണ് എൻ്റെ സംശയം. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണോ അതാണ് മതമെങ്കിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായ സമൂഹത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നതല്ലേ മനുഷ്യത്വത്തിന് അനുയോജ്യം എന്നാണ് സഹോദരിയുടെ ചോദ്യം. തീർച്ചയായും പഠിക്കേണ്ട വിഷയമാണിത്. ഒന്നാമതായി നമ്മളറിയേണ്ടത് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വിഭാഗീയതകൾക്ക് അതീതമായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ എന്ത് മനുഷ്യനാക്കുമെന്ന് നമുക്കാർക്കും തന്നെ നിർണയിക്കുവാൻ സാധ്യമല്ല എന്നുള്ള വസ്തുതയാണ്. എന്താ വെച്ചാൽ മനുഷ്യത്വത്തിൻ്റെ ഉദാത്തീകരണം സാധിക്കണമെങ്കിൽ നമ്മൾ ചില നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല എന്നുള്ള സത്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളെ മനുഷ്യരാക്കണമെങ്കിൽ, നമ്മളെ മനുഷ്യത്വത്തിൻ്റെ ഉദാത്തീകരണം സാധിക്കണമെങ്കിൽ നാം അനുസരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കാൻ എനിക്കോ നിങ്ങൾക്കോ ഒന്നും തന്നെ സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ആർക്കാണ് കഴിയുക? അവിടെയാണ് നാം പറയുന്നത് നമ്മളാക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ ഉദാത്തീകരണത്തിന് നാം സ്വീകരിക്കേണ്ടത് സ്രഷ്ടാവായ തമ്പുരാൻ്റെ നിയമങ്ങളാണ്. ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും സ്രഷ്ടാവായ തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത്, നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നീ വിഭാഗീയതകളാവുകയും സെക്ടേറിയനിസം ആവുകയും ഓരോന്നിനെക്കുറിച്ചും പറയുമ്പോൾ അതെല്ലാം വർഗീയതകളായി ധരിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയിൽ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ മാനവികമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ എനിക്ക് നല്ലത് എന്ന് തോന്നുന്നതെല്ലാം നല്ലതാകുമോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല എന്നുള്ളത് നമ്മൾ സത്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്നതെല്ലാം നല്ലതാണെങ്കിൽ ഇവിടെ ഒന്നും ചീത്ത ഉണ്ടാവില്ല. കൈക്കൂലി വാങ്ങുന്നയാൾ കൈക്കൂലി വാങ്ങുന്നതിന് ന്യായീകരണം ഉണ്ടാക്കുക. അയാളുടെ ന്യായീകരണം അയാളെ സംതൃപ്തമാക്കുന്നതാണ്. സ്ത്രീധനം വാങ്ങുന്ന അയാൾക്ക് അയാളുടേതായ ന്യായീകരണങ്ങളുണ്ട്. സ്വന്തം മക്കളെ സ്ത്രീധനത്തിൻ്റെ മാർക്കറ്റിൽ കൊണ്ടുപോയി വില പറഞ്ഞ് പണം വാങ്ങി ഉറപ്പിക്കുന്ന പിതാവിന് അയാളുടേതായ ന്യായീകരണമുണ്ട്. സ്വന്തം പെൺകുട്ടികളെ ഈ രൂപത്തിൽ പിന്നെ വിൽക്കുവാനോ അല്ലെങ്കിൽ അച്ചാരം കൊടുക്കുവാനോ തയ്യാറാകുന്ന പിതാവിന് അയാളുടേതായ ന്യായീകരണങ്ങളുണ്ട്. രണ്ടും പറഞ്ഞപ്പോൾ നിങ്ങളിൽ രണ്ട് വിഭാഗവും രണ്ട് രൂപത്തിലാണ് അത് പ്രതികരിക്കുക. പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന് ചിലപ്പോൾ പെൺകുട്ടികൾ ചോദിച്ചേക്കും. ആണുങ്ങൾ ചിലപ്പോൾ മറ്റേത് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചേക്കും. അതേ രൂപത്തിൽ തന്നെ ഓരോ രംഗത്തും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ അഭിസാരികകൾക്ക് പോലും അവരുടെ ന്യായീകരണങ്ങളുണ്ട്. സ്വന്തം ശരീരം വിറ്റ് പിന്നെ അവർ പറയുന്നത് അവരുടെ പട്ടിണി തീർക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ ന്യായീകരണങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അഭിസാരികകൾ സ്വന്തം ആത്മകഥകൾ എഴുതുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും വലിയ സ്ത്രീ വിമോചനമാണ് ഇത് എന്നാണ് അവരുടെ ന്യായീകരണം. കൊള്ളക്കാരൻ അയാളുടെ ന്യായീകരണം. മനുഷ്യരെ കൊന്നുകൊണ്ട് അവരുടെ സമ്പത്ത് പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നു എന്ന് പറയുന്ന നക്സലൈറ്റുകാരുടെ അവരുടെ ന്യായീകരണം. ഓരോരുത്തർക്കും അവരുടേതായ ന്യായീകരണങ്ങൾ. അവിടെയാണ് ഈ ന്യായീകരണങ്ങൾക്കപ്പുറത്ത് മനുഷ്യർ എല്ലാവരും സ്വീകരിക്കേണ്ട നിയമനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന ചോദ്യം ഉടലെടുക്കുന്നത്.
ആ ചോദ്യത്തിന് ഇസ്ലാം നൽകുന്ന ഉത്തരം സ്രഷ്ടാവായ തമ്പുരാൻ അവതരിപ്പിച്ച നിയമങ്ങൾ മാത്രമേ മനുഷ്യരെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള മാനവികതയുടെ ഉജ്ജ്വലീകരണത്തിന്, മാനവികതയുടെ ഉദാത്തീകരണത്തിന് വിധേയമാക്കൂ എന്ന് മാത്രമാണ് ഇസ്ലാം പറയുന്നത്. അവിടെ അടുത്ത ചോദ്യം ഉദിക്കുന്നു, പടച്ച തമ്പുരാൻ പഠിപ്പിച്ച നിയമങ്ങൾ എവിടെയെന്ന്. തീർച്ചയായും പടച്ചവൻ പഠിപ്പിച്ചതാണ്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ പഠിപ്പിച്ചതാണ് എന്ന് 100% ഉറപ്പുള്ള വല്ല സ്രോതസ്സുകളും ഹിന്ദു സമൂഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് പരിശോധനാ വിധേയമാക്കേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ്, മനുഷ്യരുടെ കരവിരുതുകൾ നടക്കാത്തതാണ് എന്ന രൂപത്തിലുള്ള വല്ല സ്രോതസ്സുകളും ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അതും നമ്മൾ പരിശോധനാ വിധേയമാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ സത്യസന്ധമായി നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൈന്ദവ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണങ്ങളായി കരുതപ്പെടുന്ന വേദസംഹിതകൾ പോലും പല കാലങ്ങളിൽ പലരുടെയും കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ സാക്ഷ്യം പറയുന്ന അവസ്ഥാവിശേഷമാണുള്ളത്. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം പല കാലഘട്ടങ്ങളിലും പലരുടെയും എഴുതിച്ചേർക്കലുകളും എടുത്തുമാറ്റലുകളും നടന്നിട്ടുണ്ട് എന്ന് ക്രൈസ്തവ ജൂത പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്ന ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത്. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ ഒരു ഗ്രന്ഥം എന്നുള്ള നിലക്ക് നിങ്ങൾ പരിഗണിക്കരുതേ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഖുർആനിന്റെ സവിശേഷത അതുമാത്രമേ ഈ ഭൂമിയിൽ ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു പ്രമാണമുള്ളൂ എന്നുള്ളതാണ്. ഒന്നാമത്തേത് ദൈവികം എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു പ്രമാണം. അത് ദൈവികം എന്ന് സ്വയം പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് ദൈവികമാണോ എന്ന് പരിശോധിക്കാൻ മുഴുവൻ മനുഷ്യരോടും അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വെറുതെ കണ്ണടച്ച് സ്വീകരിക്കണം എന്ന് ഖുർആൻ ഒരർത്ഥത്തിലും മുസ്ലിങ്ങളോടോ അല്ലാത്തവരോടോ ആവശ്യപ്പെടുന്നേയില്ല. ഖുർആൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അപഗ്രഥിക്കണം, എന്നിട്ട് അതിൻ്റെ സത്യതയോ അല്ലെങ്കിൽ തിരസ്കരിക്കാൻ പറ്റുന്നതാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നാണ്. ഖുർആൻ ചോദിക്കുന്നത് നോക്കുക, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആൻ പറയാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആൻ പറയാണ് അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും സർവാധിനാഥനായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഇവിടെ BEdന് പലതിനും പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നവരുണ്ട്, കെമിസ്ട്രി പഠിക്കുന്നവരുണ്ട്, ബയോളജി പഠിക്കുന്നവരുണ്ട്, എക്കണോമിക്സ് പഠിക്കുന്നവരുണ്ട്, ഭാഷകൾ പഠിക്കുന്നവരുണ്ട്, പലതുമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആൻ ആവശ്യപ്പെടാണ്, നിങ്ങൾക്ക് ഒരബദ്ധമെങ്കിലും ഖുർആനിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ, ഒരു വൈരുദ്ധ്യമെങ്കിലും ഖുർആനിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ ഖുർആൻ ദൈവികമല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കൂടെ? നിങ്ങളുടെ അറിവ് വെച്ച്, ഞാനൊരു ഫിസിക്സ് വിദ്യാർത്ഥിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫിസിക്സ് ആണ് എൻ്റെ വിഷയം, ഞാൻ ഫിസിക്സ് ആണ് പഠിച്ചിട്ടുള്ളത്. ഫിസിക്സ് ആസ്ട്രോ ഫിസിക്സ് ആയിരുന്നാലും കോസ്മോളജിക്കൽ ഫിസിക്സ് ആയിരുന്നാലും അറ്റോമിക് ഫിസിക്സ് ആയിരുന്നാലും ഇങ്ങനെ ഏതേത് ഫിസിക്സിൻ്റെ ശാഖകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധനാ വിധേയമാക്കുകയും വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് സ്വയം ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോടൊരു സ്വയം സാക്ഷ്യപ്പെട്ടുള്ള നിലയ്ക്ക് ഈ കാര്യം പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭാവി ഭാഗധേയത്തെക്കുറിച്ച്, നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്രോതസ് എന്നുള്ള നിലക്ക് നാം പരിശോധിക്കണം. ഏത് ഗ്രന്ഥവും പരിശോധിക്കണം, ഏത് ഗ്രന്ഥത്തിൻ്റെ ആളുകളുടെ അവകാശവാദങ്ങളെ നാം പരിശോധനാ വിധേയമാക്കണം. പക്ഷേ സവിശേഷമായി ഖുർആൻ ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നാമതായി ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം നമ്മളോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. പരിശോധിച്ചിട്ട് ഒരു അബദ്ധം ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പറയാൻ ധൈര്യമുള്ള ഏത് സ്രോതസ്സാണ് ആധുനികമോ പൗരാണികമോ ആയിട്ടുള്ളത്? ഒരിക്കലുമില്ല എന്നുള്ളത് സത്യം. അത് ദൈവികം എന്നല്ല, മതപരം എന്നല്ല, വേറെ ഏത് സ്രോതസ്സും അങ്ങനെ പറയാൻ ധൈര്യമുള്ള ഒരാൾ പോലുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കി നോക്കുക, ഒരു അബദ്ധം കണ്ടെത്താൻ, ഒരു വൈരുദ്ധ്യം കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിച്ചു നോക്കുക. അത്ഭുതകരമാണ് ഖുർആന്റെ അവസ്ഥ. അങ്ങനെയാകുമ്പോൾ അത് ദൈവികമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അത് ദൈവികമെന്ന് നമുക്ക് 100% ബോധ്യപ്പെടുമ്പോൾ അത് നമുക്ക് മുന്നിൽ ഒരു കൃത്യമായ ജീവിത മാർഗദർശനം നൽകുന്നു.
ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാഇലെ 9-ാമത്തെ വചനം. ഈ ഖുർആൻ മനുഷ്യരെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ നയിക്കുന്നു. നിങ്ങൾക്ക് പരിശോധിക്കാം. ഖുർആൻ ദൈവികമാണ് എന്ന് സ്ഥാപിക്കുന്നു. അങ്ങനെ സ്ഥാപിക്കുന്നത് നിഷേധിക്കുവാൻ സകല സ്വാതന്ത്ര്യവും നൽകുന്നു. ആ സ്വാതന്ത്ര്യം മുഴുവനും ഉപയോഗപ്പെടുത്താം. എന്നിട്ട് അത് ദൈവികമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എങ്കിൽ പിന്നെ ആ നിയമനിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് 100% ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരേ ഒരു സ്രോതസ്സേയുള്ളൂ പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ പ്രായോഗിക വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇത് നമുക്ക് പരിശോധനാ വിധേയമാക്കാം. ആ പരിശോധനാ വിധേയമാക്കി ശരിയെങ്കിൽ സ്വീകരിക്കുക. അതല്ലാതെ ഭൂരിപക്ഷത്തിൻ്റെയോ ന്യൂനപക്ഷത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആളുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളുടെ അടിസ്ഥാനത്തിലോ അല്ല നാം ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്. ഇവിടെ ശരിതെറ്റുകൾ തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ കൃത്യമായ യുക്തിബോധത്തിൻ്റെ സിദ്ധവൈഭവമുള്ള ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പഠനവിധേയമാക്കിക്കൊണ്ടാണ്. ഖുർആൻ, ഞാൻ വീണ്ടും പറയുന്നു, ഖുർആൻ കണ്ണടച്ചംഗീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ പഠനവിധേയമാക്കുക, അന്വേഷിക്കുക, അപഗ്രഥിക്കുക. നിങ്ങളുടെ കൈകളിലുള്ള എല്ലാ അറിവും ഉപയോഗിച്ച് ഖുർആനിനെ ഉരസി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ദൈവികമാണ് എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അത് സ്വീകരിക്കുക എന്നാണ്. അവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങളുടെ ദർശനം സ്വീകരിക്കണമെന്നല്ല. ഒരാളാണ് സത്യം പറയുന്നതെങ്കിൽ, ഒരാളാണ് ശരി പറയുന്നതെങ്കിൽ, ഒരാളാണ് യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആ ഒരാളോടൊപ്പം നിൽക്കുവാനാണ് മനുഷ്യർ തയ്യാറാകേണ്ടത്, സ്ഥൈര്യമുള്ളവർ തയ്യാറാകേണ്ടത്. അതിന് നാം വെറുതെ ഒരാളോടൊപ്പം അയാൾ എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ പിതാവാണ്, എൻ്റെ അനുജനാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അയാളോടൊപ്പം നിൽക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരാണ്. നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ യുക്തിക്ക്, നമ്മുടെ ചിന്താശേഷിക്ക് പൂർണ്ണമായി ഉൾക്കൊണ്ടതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് പഠനവിധേയമാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് ഖദീജ, ബി.എഡ് നാച്ചുറൽ സയൻസ് ആണ്. തങ്ങന്മാർക്ക് നൽകുന്ന പരിഗണനയെക്കുറിച്ച് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചുവല്ലോ. ഈ മന്ത്രതന്ത്രങ്ങൾ വ്യക്തികളായാലും തങ്ങന്മാരായാലും ഈ തന്ത്രങ്ങളും മന്ത്രങ്ങളും പ്രയോഗിച്ച് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും കാര്യങ്ങളെ വിലയിരുത്തുന്നതും എത്രമാത്രം ശരിയാണ്? ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? ഖുർആനിലോ ഹദീസിലോ ഇങ്ങനൊരു പ്രാമാണികത കാണാൻ കഴിയുന്നുണ്ടോ? തന്ത്രങ്ങളുടെ യാഥാർത്ഥ്യമാണ് സഹോദരിയുടെ ചോദ്യം. പലതരം തന്ത്രങ്ങളുണ്ട്, പലതരം മന്ത്രങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു മജീഷ്യൻ കാണിക്കുന്നത് ചില തന്ത്രങ്ങളാണ്. അയാളറിയാതെ നിങ്ങൾക്ക് ഇപ്പോൾ പലപ്പോഴും നമ്മൾ അറിയാത്ത ചില തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളുടെ രഹസ്യം നമുക്ക് പിടുത്തം കിട്ടുന്നതോടുകൂടി ആ തന്ത്രങ്ങൾ നമുക്ക് ഒരു വലിയ അത്ഭുതമേ അല്ലാതായി മാറും. ഉദാഹരണത്തിന്, നമ്മുടെ മുന്നിൽ ഒരു മജീഷ്യൻ ഒരു ഗ്ലാസ്സിൽ കുറേ കരി എടുത്ത് കാണിക്കുന്നു. കരി കുറച്ച് നേരം കഴിഞ്ഞ് അയാളൊരു തുണി കൊണ്ട് മൂടുന്നു. ആ തുണി എടുക്കുമ്പോൾ അയാൾ ഹോം ഗ്രീൻ കുട്ടിച്ചാത്തനം പറഞ്ഞതിന് ശേഷം തുണി എടുക്കുമ്പോൾ അത് മുഴുവൻ പഞ്ചസാരയായി മാറുന്നു കാണുന്നു. നമ്മൾ അത്ഭുതപ്പെടുന്നു. ആ സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുന്നു. പക്ഷേ നമ്മൾ അയാളെടുത്ത തുണി പരിശോധിക്കുമ്പോൾ ആ തുണിക്കുള്ളിൽ അയാൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ച കറുത്ത ആ സഞ്ചി നമ്മൾ കാണുന്നു. ആ സഞ്ചിക്കകത്തായിരുന്നു പഞ്ചസാരെന്നും ഈ സഞ്ചിക്ക് പുറത്ത് മാത്രമായിരുന്നു പിന്നെ കരിയെന്നും മനസ്സിലാകുന്നതോടുകൂടി ആ തന്ത്രം പൊളിയുന്നു. അപ്പോൾ നമുക്കത് അത്ഭുതമേ അല്ലാതെ തോന്നുന്നു. മനുഷ്യനെ പച്ചയായി കീറി ഇങ്ങോട്ട് മുറിക്കുമ്പോൾ നമ്മൾ അത്ഭുത പരതന്ത്രരായി നോക്കുന്നു. പക്ഷേ ആ കീറി മുറിക്കുന്നതിന് മുൻപ് അയാളുടെ ആളുകളെ വെച്ചിട്ടത് പരിശോധിക്കുന്നതിന് മുമ്പ് നാം പരിശോധനാ വിധേയമാക്കുമ്പോൾ അറിയാത്തൊരു വ്യക്തി, കാലായി വെക്കാനുള്ളൊരാൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഈ തന്ത്രത്തിൻ്റെ ഒരു പിന്നെ അടിസ്ഥാനം മനസ്സിലാക്കുന്നു. അവരുടെ അത് പൊളിഞ്ഞു പോകും. ഏത് മാജിക്കാണെങ്കിലും ഏത് തന്ത്രങ്ങൾക്കാണെങ്കിലും ഇത്തരം പല തലങ്ങളുണ്ടാകും. ഇസ്ലാം പറഞ്ഞാൽ മന്ത്രം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. മന്ത്രം ഒരു തന്ത്രമായ മന്ത്രമല്ല, മറിച്ച് പടച്ച തമ്പുരാനോടുള്ള പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ മന്ത്രം. മന്ത്രം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. തട്ടിപ്പുണ്ട്, തന്ത്രമായ മന്ത്രങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഓം ഗ്രീം മന്ത്രങ്ങളുണ്ട്, പലതുമുണ്ട്. പക്ഷെ ഇസ്ലാം അനുവദിച്ച മന്ത്രം ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരസുഖമുണ്ടാകുന്നു. ഒരസുഖം, അസുഖം എന്ന് പറഞ്ഞാൽ അസുഖത്തെക്കുറിച്ചും പലതരത്തിലുള്ള വീക്ഷണങ്ങളുണ്ട്. അസുഖം മുമ്പെല്ലാം നമ്മൾ അലോപ്പതി എന്ന് പറഞ്ഞാൽ തന്നെ ശരീരശാസ്ത്രപരമായി മാത്രം അസുഖങ്ങളെ നോക്കിക്കണ്ട ശാസ്ത്രമാണ്. ശാരീരികമായി മാത്രം അസുഖങ്ങളെ നോക്കിക്കണ്ട സയൻസാണ്.
ആ ശരീരത്തിനപ്പുറത്ത് ഇപ്പോൾ പറയുന്നത് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നാണ്. 80% ഓഫ് ദ ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക് എന്നുള്ളിടത്താണ് ഇപ്പോൾ ശാസ്ത്രലോകം എത്തി നിൽക്കുന്നത്. അഥവാ മാനസിക പ്രശ്നങ്ങൾക്കുള്ള ശാരീരിക അസുഖങ്ങളാണ്. അപ്പം മനസ്സും ശരീരവും തമ്മിൽ ബന്ധമുണ്ടെന്നും മാനസിക പ്രശ്നം കൊണ്ട് ശാരീരിക അസുഖങ്ങൾ ഉണ്ടാകാമെന്നും ആ മനസ്സിന് സ്ഥിരീകരണവും അല്ലെങ്കിൽ ഇതും നൽകിയാൽ ശാരീരിക അസുഖങ്ങൾ ചിലപ്പോൾ ഭേദമാകാം എന്നുമല്ലിടത്താണ് ഇപ്പോൾ ശാസ്ത്രം നിൽക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ പഠന വിഷയമല്ല. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പടച്ച തമ്പുരാനിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു അസുഖം ഉണ്ടാകുമ്പോൾ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അത് ചികിത്സിക്കണം. ചികിത്സിക്കുന്നതോടൊപ്പം പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന, ചില മന്ത്രങ്ങൾ, ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനാ മന്ത്രങ്ങൾ അഥവാ പടച്ച തമ്പുരാനോടുള്ള പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന ആ പ്രത്യേകമായ വരികൾ അത് ചൊല്ലുകയും അത് ഒരു മന്ത്രമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിന് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതിന് പ്രത്യേക ഒരു താന്ത്രികനോ മാന്ത്രികനോ ഇല്ല. നമുക്ക് ഓരോ വിശ്വാസിക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഓരോ വിശ്വാസിക്കും ചെയ്യാവുന്ന കാര്യമാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് പോലെ, നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് പോലെ, നിങ്ങൾക്ക് അസുഖമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നതുപോലെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മന്ത്രിക്കാം എന്നത് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു മാന്ത്രികനും താന്ത്രികരുമായൊരു പ്രത്യേക വിഭാഗം, അതിനുവേണ്ടി ഒരു പ്രത്യേക ആളുകൾ, അതിനുവേണ്ടി നടക്കുന്ന ആളുകൾ എന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ എന്നാൽ ഇതല്ലാത്ത മന്ത്രതന്ത്രങ്ങളെല്ലാം ഇസ്ലാം നിരോധിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പൈശാചികമായ കർമ്മങ്ങളും പൈശാചികമായ കാര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള പലതരത്തിലുള്ള തന്ത്രമന്ത്രങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം മുസ്ലിം ചെയ്താലും അല്ലാത്തവർ ചെയ്താലും എല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ പടച്ച തമ്പുരാനോടുള്ള പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലുള്ള മന്ത്രങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അത് രോഗത്തിൻ്റെ ഏത് രോഗമാണെങ്കിലും അത് ചികിത്സിക്കുകയും ഭൗതികമായി ചികിത്സിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ പടച്ച തമ്പുരാനുള്ള പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ അതൊരു വിഭാഗമായി, അതിനുവേണ്ടി ജീവിക്കുന്നൊരു വിഭാഗമായി കുറേ ആളുകളെ നിർണയിക്കുന്ന രീതി ഇസ്ലാമിലില്ല, അത് പഠിപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ആരും തന്നെ പൈശാചികമായ മന്ത്രങ്ങളിലോ തന്ത്രങ്ങളിലോ മറ്റു പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നത് ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കും. അസ്സലാമു അലൈക്കും. ഐ ആം ഫിർദൗസ് ഫ്രം ഒദായി, B.Ed സ്റ്റുഡൻ്റാണ്. സഭ പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത് അറബി ഭാഷയിലാണ്. അതുപോലെ തന്നെ ഹദീസുകളും അറബി ഭാഷയിലാണ്. പക്ഷേ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഈ ലോകത്ത് അറബിയുടെ മൂല്യം അത് സമ്പൂർണ്ണമായിക്കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അറബിയിലാണ് ഖുർആനും ഹദീസുകളുള്ളത്. വ്യത്യസ്ത ജനവിഭാഗങ്ങളുള്ള ഈ ലോകത്ത് അറബിയുടെ മൂല്യം എങ്ങനെ അറിയാൻ കഴിയുന്നത്? അറബിയെ ഭാഷാശാസ്ത്രപരമായി പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർണ്ണ വളർച്ചയെത്തിയ, ഇപ്പോൾ ഭാഷാശാസ്ത്രം എന്നുള്ളത് ഒരു സയൻസ് തന്നെയുള്ളൂ. അപ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാഷാശാസ്ത്രപരമായി പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷയായിരുന്നു അറബി എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം അറബിയുടെ സ്റ്റാൻഡേർഡ് ഭാഷ മാറിയിട്ടേ ഇല്ല. ഖുർആനിക് ലാംഗ്വേജ് തന്നെയാണ് ഇപ്പോഴും അറബിയുടെ സ്റ്റാൻഡേർഡ് ആധാര ഭാഷ. നമുക്കറിയാം, ഇപ്പോൾ നിലനിൽക്കുന്ന ഭാഷകൾ, നിങ്ങൾ ഏത് ഭാഷ എടുത്ത് നോക്കുക, ഈ ഭാഷകൾ ഒരു 10, 200, 400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേ ഭാഷ തന്നെ നമ്മൾ പരിശോധനാ വിധേയമാക്കിയാൽ ഇപ്പം നമുക്ക് വായിച്ചാൽ 400 കൊല്ലം മുമ്പത്തെ മലയാളം നമുക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്കറിയാം, ഷേക്സ്പീരിയൻ ലാംഗ്വേജ് അതിനിപ്പോൾ എത്ര 400, 500 കൊല്ലമായിട്ടില്ല, ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ, ഏതാനും പതിറ്റാണ്ടുകളായിട്ടുള്ളൂ. ഷേക്സ്പീരിയൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മോഡേൺ ഇംഗ്ലീഷിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിന് കുറച്ചുകൂടി പിന്നിലേക്ക് പോയാൽ വീണ്ടും ഒരുപാട് വ്യത്യാസമായി. ഇപ്പോൾ നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ ഭാഷ എടുത്ത് നോക്കിയാൽ ഹീബ്രു എന്ന് പറഞ്ഞാൽ ഹീബ്രു ആസ് എ ലാംഗ്വേജ് അതൊരു സംസാര ഭാഷ പോലും അല്ല.
എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൽ ഹീബ്രു സംസാര ഭാഷയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് പൗരാണിക ഹീബ്രുവിൽ നിന്ന് വേദഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതായി അറിയപ്പെടുന്ന ഹീബ്രുവിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വേദിക് സാൻസ്ക്രിറ്റും ഗീതയുടെ സാൻസ്ക്രിറ്റും വരെ വ്യത്യാസമുണ്ട്, കുറച്ച് കാലത്തെ വ്യത്യാസമുണ്ട്. മോഡേൺ സാൻസ്ക്രിറ്റ് ആയിട്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഇങ്ങനെ ഭാഷാപരമായി നോക്കുമ്പോൾ ഭാഷയ്ക്ക് ഒരുപാട് പരിണാമഘട്ടങ്ങളുണ്ട്. ഏത് ഭാഷക്കാണെങ്കിലും അറബിക്കും പരിണാമഘട്ടങ്ങളുണ്ടാകും. പക്ഷേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റവും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഭാഷാശാസ്ത്രപരമായി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഭാഷയായിരുന്നു അറബി. ഖുർആനിൻ്റെ അവതരണത്തിന് ശേഷം ആ ഭാഷക്ക് കാര്യമാത്ര പ്രസക്തമായ ഭാഷാപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ വലിയ ആശയങ്ങൾ ചെറിയ പദങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു. ചെറിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ ആശയങ്ങളെ ലിംഗഭേദവുമായി ബന്ധപ്പെടുത്തി വളരെ കൃത്യമായി രേഖീകരിക്കാൻ കഴിയുന്നു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് ഭാഷക്ക്. ആശയങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ചെറിയ കാര്യം പറഞ്ഞാൽ ഒരു ക്രിയ എടുത്താൽ ആ ക്രിയ പറഞ്ഞാൽ ആ ക്രിയ ചെയ്യുന്ന ആൾ ആരാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പോയി എന്ന് പറഞ്ഞാൽ ആ പോയത് ആരാണ്, ആണാണോ പെണ്ണാണോ ഒരാളാണോ രണ്ടാളാണോ 10 പേരാണോ എന്ന് മനസ്സിലാവില്ല. എന്നാൽ അറബിയിൽ അങ്ങനെയല്ല. അറബിയിൽ ഭാഷയിൽ ആ ക്രിയയിൽ നിന്ന് തന്നെ അതിൻ്റെ ലിംഗവും അത് എത്ര പേരാണ് എന്നും എങ്ങനെയാണ് എന്നും ഏതർത്ഥത്തിലാണ് എന്നും എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ. ഞാൻ പറയുന്നത് ഭാഷാപരമായി ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷയായിരുന്നു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഖുർആൻ്റെ അവതരണ കാലഘട്ടത്തിൽ തന്നെ അറബി. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ. കൂടുതൽ പഠനത്തിന് നിങ്ങൾക്ക് ഒരു അറബി ഭാഷാ കേന്ദ്രം തന്നെ നിലനിൽക്കുന്ന കേന്ദ്രത്തിലാണല്ലോ നമ്മൾ നിലനിൽക്കുന്നത്. കൂടുതൽ പഠനത്തിന് അറബി ഭാഷയുമായി അവഗാഢമായ ബന്ധമുള്ള ആളുകളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എൻ്റെ പേര് രാമദാസ്, അങ്ങാടിപ്പുറത്ത് നിന്ന് വരുന്നു. BEd സ്റ്റുഡൻ്റാണ്. സാറ് കുറച്ച് മുമ്പ് പറഞ്ഞു ഖുർആന് ദൈവികമാണ്, അതിൽ വൈരുദ്ധ്യാത്മകമായിട്ടൊന്നും ഇല്ലയെന്ന്. പിന്നെ എങ്ങനെയാണ് മുസ്ലിംസിനിടയിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ 2 വിഭാഗങ്ങളുണ്ടായത്? സഹോദരൻ രാമദാസിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഖുർആനിൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് 2 വിഭാഗങ്ങളുണ്ടായത്? രാമദാസ് വീട്ടുകാരനാണെങ്കിലും വേണ്ടത്ര മുസ്ലിം സമൂഹത്തെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. 2 വിഭാഗം എന്നാണ് സുഹൃത്തിൻ്റെ വിചാരം. അതൊന്നുമല്ല, ഒരുപാടുണ്ട്. ഏതായാലും ചോദ്യം പ്രസക്തമാണ്. 2ഒന്നുമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗങ്ങൾക്ക് യാതൊരു പഞ്ഞുമില്ല. പിന്നെ എന്തുകൊണ്ട് ഒരേ ഖുർആനും ഒരേ പ്രവാചകനുമായ മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗങ്ങളുണ്ടായി? എന്തുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു? പലപ്പോഴും വിഭാഗങ്ങൾ തമ്മിൽ വരെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നു. നല്ല സത്യമാണ്, പച്ചയായ യാഥാർത്ഥ്യം. അത് നമ്മൾ എന്തിനാ വേറുള്ളവരോട് പറയുന്നത്, മറച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. പച്ചയായ സത്യമാണ്. എന്തുകൊണ്ട്? അതിന് ഒറ്റ സെൻറ്റൻസിൽ ഉള്ള ഉത്തരം പിശാച് പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്നാണ്. എന്തുകൊണ്ട് ലോകത്ത് വ്യത്യസ്ത മതവീക്ഷണങ്ങളുണ്ടായി? ഞങ്ങളിവിടെ വേശ്യാവതരണത്തിനും അതിനുശേഷവും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ലോകത്ത് വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് ഒരേ ആശയമാണ് എന്നാണ് ഇവിടെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒരേ ആശയം. സ്രഷ്ടാവും പരിപാലകനുമായ തമ്പുരാൻ, അവനെ നിങ്ങൾ എന്ത് പേര് വിളിച്ചോ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആശയം. അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന ആശയം. എങ്കിലേ മരണാനന്തര ജീവിതത്തിൽ രക്ഷയുണ്ടാകൂ എന്ന ആശയം. ഇതാണ് ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് ആരാ ലോകത്തേക്ക് വളർന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രവാചകന്മാർ എന്നാണ് അർത്ഥം. ഇസ്ലാമിൻ്റെ പ്രവാചകന്മാർ തന്നെ. പക്ഷേ അതിൽ ഭാരതത്തിലേക്ക് വന്ന പ്രവാചകന്മാരുണ്ട്. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഭാരതത്തിലെ ഭാരതീയ ഗ്രന്ഥങ്ങളിൽ വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഋഷിമാരിൽ പലരും ഇന്ത്യയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നിരിക്കണമെന്ന്. എന്തുകൊണ്ടെന്നാൽ അവർ പഠിപ്പിച്ച ഈ ആശയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്നും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നും മനുഷ്യർക്ക് കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദിയുണ്ട് എന്നും ആ വേദിയിൽ സ്വർഗപ്രവേശമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും ഉള്ള നിലക്കുള്ള പരാമർശങ്ങൾ കാണുന്നു എന്നതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഭാരതത്തിലേക്ക് കടന്നു വന്ന ഭാരതത്തിൽ ജീവിച്ച ഋഷിമാർ, ആ ഋഷിമാരിൽ പലരും ഭാരതത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരായിരിക്കണം.
ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് ഒരേ ആശയമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വ്യത്യസ്ത മതങ്ങളുണ്ടായി? ചോദ്യം പ്രസക്തമാണ്. ആ മതങ്ങൾ ഉണ്ടായതിന് കാരണം പ്രവാചകന്മാർക്ക് ശേഷം മനുഷ്യരുടെ ഒരു ശത്രുവുണ്ട്, മനുഷ്യരുടെ ആത്യന്തികമായ ശത്രു, മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശത്രു, മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് വഴി മനുഷ്യരെ നരകത്തിലേക്ക് പടച്ചതമ്പുരാന്റെ ശാപകോപ താപങ്ങൾക്ക് നിമിത്തമാക്കണം എന്ന് കരുതിക്കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അവനെ പിശാചി എന്നോ ഇബ്ലീസ് എന്നോ ചെകുത്താൻ എന്നോ എല്ലാം വിളിക്കുന്ന ശക്തി. ഈ ശക്തി മനുഷ്യരെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ പല അവസരങ്ങളിലും തിന്മയിലേക്കുള്ള സ്വാഭാവികമായ പ്രലോഭനം മനുഷ്യ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതായി. എന്നാൽ നന്മ ചെയ്യണം എന്നുള്ള ശക്തമായ പിടിവലിയും ദൈവികവും പൈശാചികവുമായ സംഘടന നടക്കുന്നു എന്നാണ് നമ്മളതിന് പറയുക. അപ്പോൾ ഈ പൈശാചിക ശക്തി എക്കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രവാചകന്മാർക്ക് ശേഷം പിശാചിന്റെ കോലത്തിൽ ചെന്നിട്ട് എല്ലാവരോടും മനുഷ്യരെ നിങ്ങൾ എന്നെ അനുസരിക്കണമെന്ന് പറയുകയല്ല ചെയ്യുക. മറിച്ച് പ്രവാചകന്മാരുടെ അനുയായികളുടെ മനസ്സുകൾക്കകത്തേക്ക് കടന്നു ചെന്ന് പ്രവാചകന്മാരെ സ്നേഹിക്കുന്നവരായി, പ്രവാചകന്മാരെ ആദരിക്കുന്നവരായി, പ്രവാചകന്മാരെ ഉന്നതമായി പരിഗണിക്കുന്നവരായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിശാച് പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് പ്രവാചക പ്രബോധനങ്ങളിൽ നിന്ന് മെല്ലെ 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 മനുഷ്യരെ തെറ്റിച്ചു കളയും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഇസ്ലാം വിശ്വസിക്കുന്ന ഒരു മഹാപ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ യേശു ക്രിസ്തു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങൾ ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ നമ്മൾക്ക് കിട്ടും. അതേപോലെ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണ് ഇവിടെ ഖുർആൻ പറയുന്ന ഒരു മഹാപ്രവാചകനായിരുന്നു അദ്ദേഹം, സംശയമല്ല. പക്ഷേ എങ്ങനെയാണ് യേശു ക്രിസ്തു പഠിപ്പിച്ച മതത്തിൻ്റെ പരിണാമം നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ തന്നെ കാണാൻ കഴിയും. യേശു പഠിപ്പിച്ചത് എന്നെ നിങ്ങൾ ആരാധിക്കരുത്. യേശു അടക്കം ആരാധിക്കാൻ പറഞ്ഞതും സ്വയം കാണിച്ചു കൊടുത്തതും സ്രഷ്ടാവായ തമ്പുരാനെ. ആ സ്രഷ്ടാവായ തമ്പുരാൻ ആരാധിക്കാൻ പഠിപ്പിച്ചു ക്രിസ്തു യേശു. അവൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിച്ചു ക്രിസ്തു യേശു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു, നെക്സ്റ്റ് ജനറേഷൻ വന്നു. അവർ യേശുവിനെ കുറിച്ച്, യേശു ചെയ്ത അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു, ആ അത്ഭുതങ്ങളെക്കുറിച്ച് മഹാവർത്തമാനങ്ങൾ പറഞ്ഞു. അങ്ങനെ യേശുവിനെ ഒരു മഹാപുരുഷനായി എണ്ണി. ഒപ്പം തന്നെ ഇസ്രായേലിയരിലേക്കാണല്ലോ യേശു വന്നത്. ഇസ്രായേലിയർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, പ്രവാചകന്മാരെ പറിച്ച് ദൈവപുത്രൻ എന്ന് വിളിക്കുന്ന സ്വഭാവം. ദൈവപുത്രൻ എന്ന് ബൈബിൾ പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് പറഞ്ഞു അവർ യേശു ഒരു ദൈവപുത്രനായിരുന്നു എന്ന് പറയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും പ്രവാചകൻ എന്നാണ് അവർക്കിടയിൽ അർത്ഥമുള്ളൂ. അടുത്ത തലമുറ വന്നു. ഇത് മറ്റു ചില പുരോഹിതന്മാർ രംഗത്ത് വന്നു. അവർ യേശുവിൻ്റെ പേരിൽ ചില പുതിയ മതങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. യേശു ക്രൂശീകരിക്കപ്പെട്ടതാണ്, യേശുവിൻ്റെ രക്തത്തിലൂടെ ലോകത്തിൻ്റെ പാപം മുഴുവനും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരെ, പാപികളെ, നിങ്ങൾക്ക് പാപപരിഹാരമായിട്ടുണ്ട്, നിങ്ങളിനി കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ പിന്നീട് യേശു തന്നെ ദൈവമായി മാറി. യേശു ത്രിദൈവങ്ങളിൽ ഒരാളായി, ത്രിയേകത്വത്തിൽ ഒരാളത്വമായി ക്രിസ്തു യേശു മാറി. യേശു മഹാദൈവമായി ആദരിക്കപ്പെടുന്ന, അനുധാവനം ചെയ്യപ്പെടുന്ന, അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ വിഗ്രഹങ്ങൾ വെക്കപ്പെടുന്ന, അദ്ദേഹത്തോട് മാത്രം പ്രാർത്ഥിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഇതെല്ലാം ഘട്ടം ഘട്ടമായി ഉണ്ടായി വന്നതാണ്. ഇതെന്തുകൊണ്ടുണ്ടായി? ക്രിസ്തു പഠിപ്പിച്ച ആശയങ്ങൾ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും ഉണ്ടായിരുന്നു. പക്ഷേ പിശാച് പ്രവർത്തിച്ചു എന്നാണ് ഇസ്ലാമികമായ ഭാഷയിൽ പറഞ്ഞാൽ. കാരണം പിശാചിന് മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകണം. അതിന് ഏകദൈവ ആദർശത്തിൽ നിന്ന്, സട്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന ആദർശത്തിൽ നിന്ന് മനുഷ്യരെ വഴിതെറ്റിക്കണം. ഇതേ സംഭവം തന്നെ ലോകത്ത് എവിടെ മതസമൂഹങ്ങളുണ്ടായി അവിടെല്ലാം ഉണ്ടായി. പക്ഷെ അവിടെല്ലാം ഉണ്ടായൊരു കാര്യമുണ്ട്. അതെന്താണ്? ഇവർ മാറിയപ്പോൾ, സമൂഹം മാറിയപ്പോൾ അതനുസരിച്ച് പുരോഹിതന്മാർ വേദഗ്രന്ഥങ്ങളിൽ മാറ്റം വരുത്തി. എന്തുകൊണ്ടെന്നാൽ അന്ന് വേദഗ്രന്ഥങ്ങൾ ഇന്നത്തേതുപോലെ സംരക്ഷിക്കുവാനോ മറ്റോ ഒന്നും സാഹചര്യം ഉണ്ടായില്ല. വേദഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പ്രവാചകന്മാരുടെ പിൻഗാമികൾക്കാണ് നൽകിയത്. ആ പിൻഗാമികൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോയി. ജനങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പുരോഹിതന്മാർ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തി, പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളും എടുത്തുമാറ്റലുകളും നടത്തി. എന്നാൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. അദ്ദേഹത്തിലൂടെ പരിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടു. ആ ഖുർആനിൻ്റെ പ്രായോഗിക വിശദീകരണമായി പ്രവാചകന്റെ ജീവിതവും വന്നു. ആ വേദഗ്രന്ഥം സംരക്ഷിക്കാമെന്ന് പടച്ചതമ്പുരാൻ ഏറ്റെടുത്തു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ടായി. പക്ഷേ പിശാച് അവിടെയും പണി നിർത്തൂലല്ലോ. പിശാച് മുസ്ലിം സമൂഹത്തിലും പ്രവർത്തിച്ചു. എങ്ങനെ പ്രവർത്തിച്ചു? ഖുർആനിലെ വചനങ്ങൾ മാറ്റാൻ സാധ്യമല്ല, പ്രവാചകന്റെ ജീവിതചര്യയെ മാറ്റുവാൻ സാധ്യമല്ല. അപ്പോൾ ഈ വചനങ്ങൾക്കപ്പുറത്ത് അതിന് ദുർവ്യാഖ്യാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വ്യത്യസ്ത മാർഗങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയാണ് വിഭാഗങ്ങൾ ഉണ്ടായത്. അത് മുമ്പുണ്ടായത് അതേ തന്നെ. ഇവിടെ എന്താ സവിശേഷത വെച്ചാൽ പരിശുദ്ധ ഖുർആൻ, പക്ഷേ പടച്ച തമ്പുരാൻ തന്നെ ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് കൊണ്ട് ഖുർആൻ തന്നെ പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം. അഥവാ ഈ ഗ്രന്ഥം നാം ആണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അപ്പൊ പടച്ചവൻ കാത്തു സൂക്ഷിച്ചു പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ അതേപോലെ ഇന്നും നിലനിൽക്കുന്നു, മാറ്റ തിരുത്തലുകളില്ലാതെ, പുരോഹിതന്മാർക്കുടെ കൈകടത്തലുകളില്ലാതെ. ആ ഖുർആൻ പക്ഷെ മാറ്റത്തിരുത്തലില്ലെങ്കിലും, പ്രവാചകചര്യയിൽ മാറ്റത്തിരുത്തലുകൾ സാധ്യമല്ലെങ്കിലും, പക്ഷേ പുരോഹിതന്മാർ ഇന്നുണ്ട്, പുരോഹിതന്മാരുണ്ടായി വരുന്നുണ്ട്. പുരോഹിതന്മാർ എന്ന് പറയുമ്പോൾ മറ്റ് സമൂഹങ്ങളെപ്പോലെ ആ രൂപത്തിലുള്ള പുരോഹിതന്മാരല്ലെങ്കിലും മതത്തിൻ്റെ മൊത്ത കച്ചവടം അവകാശപ്പെടുന്ന, മൊത്ത കുത്തക അവകാശപ്പെടുന്ന ആളുകൾ ആ മതത്തിൻ്റെ ആളുകളായി സ്പോക്സ്മാൻമാരായി മാറി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യരെ നയിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ വിഭാഗങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിഭാഗങ്ങൾക്ക് അതീതമായി കൃത്യമായ മാർഗം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും. നമ്മൾ പറയും പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ദൈവികമായ സ്രോതസ്, തെറ്റുപറ്റാത്ത കൈകടത്തലുകളില്ലാത്ത സ്രോതസ്. അതനുസരിച്ച് ജീവിക്കുന്ന, അതനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് പ്രായോഗികമായി കാണിച്ചു തന്ന മുഹമ്മദ് നബിയുടെ ജീവിതചര്യ. ഇത് രണ്ടും സമർപ്പിക്കപ്പെട്ടത് സ്വഹാബിമാരുടെ, പ്രവാചക അനുചരന്മാരുടെ മുന്നിലാണ്. നാം കൃത്യമായി മനസ്സിലാക്കണം. ഈ രണ്ട് പ്രമാണങ്ങളും, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ സമർപ്പിക്കപ്പെട്ടത് ആ പ്രവാചക അനുചരന്മാരുടെ മുന്നിലാണ്, പ്രവാചകനിൽ നിന്ന് നേരിട്ട് മതം പഠിച്ച ആളുകളുടെ മുന്നിൽ. അവർ എങ്ങനെ മനസ്സിലാക്കിയോ, അവർ എങ്ങനെ ഉൾക്കൊണ്ടുവോ, അവർ എങ്ങനെ വിശദീകരിച്ചുവോ, അവർ എങ്ങനെ വ്യാഖ്യാനിച്ചുവോ, ആ രൂപത്തിൽ ഈ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചാൽ, ഉൾക്കൊണ്ടാൽ, അനുഷ്ഠിച്ചാൽ യാതൊരു കുഴപ്പമുണ്ടാകില്ല, വിഭാഗീയതകൾ ഉണ്ടാകില്ല. അതേസമയം ഓരോരുത്തരും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനങ്ങളിൽ തങ്ങളുടേതായ താല്പര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും എടുത്തു മാറ്റുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി വിഭാഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രവാചകാനുചരന്മാർ എങ്ങനെ മനസ്സിലാക്കിയോ, എങ്ങനെ ഉൾക്കൊണ്ടുവോ, എങ്ങനെ വ്യാഖ്യാനിച്ചുവോ ആ രൂപത്തിൽ ഉൾക്കൊള്ളുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യണമെന്ന്. അപ്പം പിന്നെ വിഭാഗീയതകൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായി പിശാചിൻ്റെ പ്രവർത്തനം നടക്കും. ആ പിശാച് നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിങ്ങളുടെ വിഭാഗീയതകൾ ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒന്നിലേക്കുമല്ല ഇസ്ലാമിന് നിങ്ങളെ ക്ഷണിക്കുവാനുള്ളത്, വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. അത് രണ്ടിനെയും പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി തീർന്ന, അത് രണ്ടും പ്രയോഗവൽക്കരിക്കുക വഴി ഏറ്റവും ഉത്തമ സമുദായമെന്ന് പടച്ചതമ്പുരാന്റെ സർട്ടിഫിക്കേഷന് വിധേയമാക്കപ്പെട്ട ആദിമ സമൂഹം എങ്ങനെ മനസ്സിലാക്കിയോ, എങ്ങനെ ഉൾക്കൊണ്ടുവോ, എങ്ങനെ പ്രയോഗവൽക്കരിച്ചുവോ ആ പ്രയോഗവൽക്കരണ മാതൃകയിലേക്കാണ്. അതിൽ വിഭാഗീയതകളില്ല, ഭിന്നതകളില്ല, വൈരുദ്ധ്യങ്ങളില്ല. ഖുർആനിൽ വൈരുദ്ധ്യമില്ല, പക്ഷേ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അത് മുസ്ലിം സമൂഹത്തിലുള്ള വൈരുദ്ധ്യപാട്, വിശുദ്ധ ഖുർആനിലുള്ളതല്ല. ഖുർആനിനെയും പ്രവാചകചര്യയെയും ആദിമ സമൂഹം ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളാൻ നാം സന്നദ്ധമായാൽ ഇത്തരം വിഭാഗീയതകളിൽ നിന്നെല്ലാം മുക്തമാകുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചതുകൊണ്ട് ഇവിടെ ഈ തുറന്ന സംവാദം അവസാനിക്കുകയാണ്. സഹോദരങ്ങളെ, വീണ്ടും നിങ്ങളോട് അടിവരയിട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ പഠനം നിങ്ങൾ തുടരുക എന്നതാണ്. നിങ്ങൾക്ക് അടുത്ത തലമുറക്ക് വേണ്ടിയുള്ള, അടുത്ത തലമുറയെ വളർത്തുന്നവർ, അടുത്ത തലമുറയെ നർച്ചർ ചെയ്തെടുക്കുന്നവർ എന്നുള്ള നിലക്ക്, പോറ്റി വളർത്തുന്നവർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് അധ്യാപക സമൂഹത്തോട് വലിയ ബാധ്യതയുണ്ട്. വിശേഷിച്ചും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിഭാഗീയവൽക്കരണത്തിനും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ധ്രുവീകരണത്തിനും മധ്യേ മനുഷ്യരായി കാണുവാനും, മനുഷ്യനിലെ മാനവികതയുണർത്തുവാനും,
മതങ്ങളെ തമ്മിലടിക്കുവാനല്ല, അടുക്കുവാനും അറിയുവാനുമുള്ള നിമിത്തങ്ങളാക്കി തീർക്കുവാനും അതോടൊപ്പം തന്നെ സത്യാന്വേഷണ തൃഷ്ണ ഓരോ വിദ്യാർത്ഥിയിലും ഉദ്ദീപിപ്പിക്കുവാനുമുള്ള ബാധ്യതയുള്ളവരാണ് നിങ്ങൾ. ആ ബാധ്യത നിർവഹിക്കുക. മതമെല്ലാം ശരി, എല്ലാ മതവും ശരി, ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്നുള്ള കേവലമായ പ്രസ്താവനകൾക്കപ്പുറത്ത് എന്താണ് ശരി എന്ന അന്വേഷണം നമ്മളിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നാം ശരിയായി ഇന്ന് ഒരു ആദർശത്തെ മനസ്സിലാക്കുന്നുവെങ്കിൽ അതനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മറ്റൊരാൾക്ക് മറ്റൊരാദർശം ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ അയാൾക്കും അതനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും അയാൾ അതിനനുവദിക്കുവാനുമുള്ള വിശാലമായ മനസ്സ്, അതോടൊപ്പം തന്നെ ഇത് പരസ്പരം അറിയാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പരസ്പരം കൊണ്ടും കൊടുത്തും നിലനിൽക്കുവാനുമുള്ള സന്നദ്ധത, ഇതാണ് ആധുനിക സമൂഹത്തിൽ അനിവാര്യമായിട്ടുള്ളത്. അതില്ല എങ്കിൽ നമ്മുടെ എത്രയെത്ര ഉപ്പാപ്പാക്ക് ആനുണ്ടായിരുന്നു എന്ന ബഷീറിൻ്റെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് നമ്മൾ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമുണ്ടാവില്ല. നമ്മുടെ സമൂഹവും വീണ്ടും വീണ്ടും കലാപങ്ങളുടെ, പ്രശ്നങ്ങളുടെ, സംഘട്ടനങ്ങളുടെ വേദിയായി തീരുന്ന അവസ്ഥാവിശേഷമുണ്ടാകും. നാം തുറക്കുക നമ്മുടെ മനസ്സുകൾ, നാം അറിയുക അന്യൻ്റെ ആദർശത്തെ നമ്മുടെ ആദർശത്തെയും, അതോടൊപ്പം തന്നെ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പരസ്പരം പങ്കുവെക്കാൻ, പരസ്പരം അറിയാൻ, പരസ്പരം അപഗ്രഥിക്കുവാൻ, പരസ്പരം പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കുക. അതിന് പഠനമുണ്ടാകണം. കേവലം കണ്ണടച്ചുകൊണ്ട് എന്തിനെയെങ്കിലും സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്ത അവസ്ഥക്ക് പകരം പഠിക്കുക, വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക, മനസ്സിലാക്കുക. പുതിയ തലമുറക്ക് ഈ വെളിച്ചം അഥവാ അറിയാൻ, അറിയിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, സഹകരിക്കുവാൻ എല്ലാമുള്ള വെളിച്ചം പകർന്നു നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുക. പടച്ച തമ്പുരാൻ അതിനനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന് ആമീൻ.